ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് കരാത്തെ അക്കാദമിയുടെയും വേൾഡ് ഷോട്ടോക്കൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് വിതരണവും ബ്ലാക്ക് ബെൽറ്റ് ഡൗൺഗ്രേഡിംഗും മയിലിൽ വെച്ച് നടന്നു. ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് കരാത്തെ അക്കാദമിയുടെയും വേൾഡ് ഷോട്ടോക്കൺ കരാത്തെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജനുവരി 3-4 തീയതികളിൽ മയിൽ കാർത്തിക ഓഡിറ്റോറിയത്തിൽ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് വിതരണവും ബ്ലാക്ക് ബെൽറ്റ് ഡൗൺഗ്രേഡിംഗും സംഘടിപ്പിച്ചു. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 5 വർഷം മുതൽ 25 വർഷം വരെയുള്ള 60ഓളം വിദ്യാർത്ഥികൾ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ ബ്ലാക്ക് ബെൽറ്റ് നേടി. മയ്യിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CC വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് കരാത്തെ അക്കാദമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K മഹേഷ് വേളം അധ്യക്ഷത വഹിച്ചു. ജപ്പാനിലെ വേൾഡ് ഷോട്ടോക്കൺ കരാത്തെ ഫെഡറേഷനിൽ നിന്നും ഫസ്റ്റ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഇഷാനി K-യെ സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു. ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥി വേദ R കോഴിക്കോടിനെ ട്രോഫി നൽകി അനുമോദിച്ചു. നാഷണൽ ചീഫ് ഷിഹാൻ രഞ്ജിതൻ സംസാരിച്ചു. ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് കരാത്തെ അക്കാദമി സ്ഥാപകനും വേൾഡ് ഷോട്ടോക്കൺ കരാത്തെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യൻ ചീഫ് ഷിഹാൻ ഡോക്ടർ CP രാജീവൻ സ്വാഗതം പറഞ്ഞു. വൺ കേരള ആർട്ടിലറി ബാറ്ററി NCC ഓഫീസർ ജാവിദ് മാസ്റ്റർ ആശംസ നേർന്നു. ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വിദ്യാർത്ഥികളായ മാനവ് M മയ്യിൽ, അദ്വൈത് A കോഴിക്കോട്, പാർവതി മയ്യിൽ എന്നിവരെ മയ്യിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CC വിനോദ് കുമാർ സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകി അനുമോദിച്ചു. നവ്യ ജിജേഷ് പ്രാർത്ഥന നടത്തി. M റിജില ടീച്ചർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മയ്യിൽ.